നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പ്രതിപക്ഷം എപ്പോഴും നമ്മുടെ സേനയെ അപമാനിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. ബാലാക്കോട്ടിൽ വ്യോമസേനാക്രമണത്തിൽ 300 പേർ ശരിക്കും കൊല്ലപ്പെട്ടോ എന്നും യഥാർത്ഥ കണക്കറിയാൻ ഇന്ത്യക്കാർക്ക് അവകാശമുണ്ടെന്നുമുള്ള കോൺഗ്രസ് നേതാവ് സാം പിത്രോദയുടെ പ്രസ്താവനയെ തുടർന്നാണ് രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയത്. പ്രതിപക്ഷം നമ്മുടെ സേനയെ വീണ്ടും വീണ്ടും അപമാനിക്കുകയാണ്. പ്രതിപക്ഷ നേതാക്കളുടെ പ്രസ്താവനകൾ ചോദ്യം ചെയ്യണമെന്ന് ഇന്ത്യൻ ജനതയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 130 കോടി ജനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഇത്തരം കോമാളിത്തരങ്ങൾ മറക്കുകയും പൊറുക്കുകയുമില്ല. ഇന്ത്യൻ സേനയ്ക്കൊപ്പം ശക്തമായി നിലകൊള്ളുന്നു, പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. ഇന്ത്യൻ പൗരനെന്ന നിലയിൽ ബാലാക്കോട്ടിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തെന്നറിയാനുള്ള അവകാശമുണ്ടെന്നും 300 പേരെ ശരിക്കും കൊന്നിട്ടുണ്ടോ എന്നും കോൺഗ്രസ് നേതാവ് സാം പിത്രോദ ചോദിച്ചിരുന്നു. ചിലർ നടത്തുന്ന ആക്രമണത്തിന് പാകിസ്ഥാനെ കുറ്റം പറയുന്നത് എന്തിന്? നിങ്ങൾ 300 പേരെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ അറിയണം, നമ്മളെല്ലാം അറിയണം. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആരും കൊല്ലപ്പെട്ടില്ലെന്ന് പറയുമ്പോൾ ഇന്ത്യൻ പൗരനെന്ന നിലയിൽ നിർഭാഗ്യകരമായി തോന്നുകയാണ് എന്നും സാം പിത്രോദ NIAക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. പുൽവാമ ആക്രമണത്തിന് ശേഷം ചർച്ചയ്ക്ക് സാധ്യത ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് ചിലർ വന്ന ആക്രമണം നടത്തിയതിന് ഒരു രാജ്യത്തെ ഒന്നാകെ എങ്ങനെയാണ് കുറ്റം പറയുകയെന്നാണ് സാം പിത്രോദ മറുപടി നൽകിയത്. നോക്കൂ, അങ്ങനെയല്ലല്ലോ. മരണസംഖ്യയെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണെന്നും പിത്രോദ കൂട്ടിച്ചേർത്തു. പ്രതികരണങ്ങൾ വിവാദമായതിനെ തുടർന്ന് ഇന്ത്യൻ പൗരനെന്ന നിലയിൽ സംശയങ്ങൾ ചോദിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളതെന്ന് പിത്രോദ ചോദിച്ചു. അഭിപ്രായങ്ങളെല്ലാം വ്യക്തിപരമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. അതേസമയം എവിടെ കയറി ഒളിച്ചാലും തീവ്രവാദികളെ വെറുതെ വിടില്ലെന്നാണ് പ്രധാനമന്ത്രിയുടെ നിലപാട്. പുൽവാമ ആക്രമണത്തെക്കുറിച്ചും ഭീകരവാദത്തെക്കുറിച്ചും ഇന്ത്യയുടെ തിരിച്ചടിയെക്കുറിച്ചുമെല്ലാം കൃത്യമായി അറിയാവുന്ന ആളാണ് പ്രധാനമന്ത്രി. അതുകൊണ്ട് തന്നെ കൃത്യമായ മറുപടി കൊടുക്കുക എന്നത് എൻ്റെ ഒരു പ്രകൃതമാണ്. ഭീകരവാദികളുടെ വീട്ടിൽ കയറി അവരെ ഞങ്ങൾ തുടച്ചു നീക്കും. ഭൂമിക്കടിയിൽ ഒളിച്ചാൽ പോലും അവരെ അവിടെ നിന്ന് വലിച്ചു പുറത്തിട്ട് നിഷ്കാസനം ചെയ്യും. ശത്രുക്കളുടെ സാമ്രാജ്യത്തേക്ക് കയറി അവരെ പ്രഹരിക്കുക എന്നതാണ് ഞങ്ങളുടെ നയമെന്നും അതിനായി നാളുകളോളം കാത്തിരിക്കാൻ തനിക്കിഷ്ടമല്ലെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചത്. ആദ്യ മിന്നലാക്രമണം നടക്കുമ്പോൾ ഏതെങ്കിലും തെരഞ്ഞെടുപ്പുണ്ടായിരുന്നോ? കഴിഞ്ഞ 40 വർഷമായി നമ്മൾ ഭീകരവാദത്തിന്റെ ഫലം അനുഭവിക്കുകയാണ്. അധികാരമെന്നത് എനിക്ക് വിഷയമല്ല. ഞാൻ ആകുലപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയിൽ മാത്രമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ മുദാസറിന്റെ അടുത്ത അനുയായിയും ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദിയുമായ സജദ് ഖാൻ അറസ്റ്റിലായി. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപത്തു നിന്നാണ് വ്യാഴാഴ്ച രാത്രി ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ സജാദിനെ അറസ്റ്റ് ചെയ്തത്. കമ്പിളി കച്ചവടക്കാരനായി വേഷം മാറി ജീവിക്കുകയായിരുന്നു സജാദ്. പുൽവാമ ഭീകരാക്രമണത്തിന് ഉപയോഗിച്ച വാഹനത്തിന്റെ ഉടമ സജാദ് ആയിരുന്നു. സജാദിന്റെ 2 സഹോദരന്മാരും ജെയ്ഷെ മുഹമ്മദിലെ അംഗങ്ങളാണെന്നും ഡൽഹി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മാസം ആദ്യം കാശ്മീരിൽ നടന്ന ഏറ്റുമുട്ടലിൽ മുദാസറിനെ സൈന്യം വധിച്ചിരുന്നു. ഫെബ്രുവരി 14-ന് പുൽവാമയിൽ CRPF വാഹനവ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 40 ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.